ആ വഹാബികളുടെ കൂട്ടത്തിൽ ഒരാള് ഈ ഉണ്ടോ ഈ ദുനിയാവിൽ എന്ന് പറയുന്ന പാട്ട് അത് സൂഫി ചിന്തകന്മാരുടേതാണ്, അപകടം പിടിച്ച പാട്ടാണ് എന്നൊക്കെ പറഞ്ഞൊരു നിരൂപണം നടത്തുന്ന വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലതരത്തിലുമുള്ള പാട്ടുകൾ പല ആളുകളും ഇറക്കുന്ന കാലമാണ്. അതിനകത്ത് തൗഹീദുണ്ടോ, ഇസ്ലാമുണ്ടോ, ഈമാനുണ്ടോ എന്നൊന്നും പലരും ചിന്തിക്കാറില്ല. വായിൽ തോന്നിയത് അത് കുഫറിൻ്റെ വാക്കുകളാണെങ്കിലും അതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന പല പാട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലതിനെയൊക്കെ വിമർശിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ട്രെൻഡായി, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ ട്രെൻഡായി നിൽക്കുന്ന ഒരു പാട്ടാണ് ഉണ്ടോ ഈ ദുനിയാവിൽ എന്ന് പറയുന്ന മനോഹരമായൊരു പാട്ട്. അതിങ്ങനെ കണ്ണടച്ചിരുന്ന് കേട്ടാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരോടുന്ന രീതിയിലുള്ള വാക്കുകളാണ്. നല്ല പാട്ടാണ്. എന്തിലും ഏതിലും ഒരാളെ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്ത് നിർത്താൻ എന്തുണ്ട് എന്ന് ഗവേഷണം ചെയ്യുന്നവരാണല്ലോ വഹാബികൾ. ആ വഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ ഉണ്ടോ ഈ ദുനിയാവിൽ എന്ന് പറയുന്ന പാട്ട് അത് സൂഫി ചിന്തകന്മാരുടേതാണ്, അപകടം പിടിച്ച പാട്ടാണ് എന്നൊക്കെ പറഞ്ഞൊരു നിരൂപണം നടത്തുന്ന വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്നാൽ അതിലെ ഈ വരികൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതിൽ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പിന്നെ ഹാലായി മാറണം ഹൂവിന്റെ വഴിയിൽ. ഹാല് എന്നൊക്കെ പറയുന്നത് സൂഫികളുടെ ഒരു ആസ്വാദനത്തിന്റെ, അവരുടെ ദിക്റുകളിലൊക്കെ ആയിട്ട് എത്തുന്ന ഒരു അവസ്ഥയാണ്. ഹൂ എന്നുള്ളതിന് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിനെയാണ്. അപ്പം അള്ളാഹുവിന്റെ വഴിയിൽ സൂഫികളുടെ ഒരു അള്ളാഹുവിലേക്ക് എത്തുന്ന ഒരു പ്രണയത്തിന്റെ ഒക്കെ ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്. ഇപ്പൊ എന്താ ഇയാൾ ഈ പറഞ്ഞത്? വല്ലതും മനസ്സിലായോ? അതിനെ വിമർശിക്കാൻ മാത്രം എന്താണ് ഇയാൾ ചൂണ്ടിക്കാണിച്ചത്? ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാ, അത്ര തന്നെ. വഹാബികളുടെ ആ ജന്മ സ്വഭാവമാണ്. ഏതൊരാളെയും ഒന്നുകിലും മുശിരിക്കാക്കുക, അല്ലെ കാഫിറാക്കുക, അല്ലെ ഷിയ ആക്കുക, അല്ലെ ഖുറാഫി ആക്കുക. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാ. ആ പാട്ടിൽ അയാൾ കാണിച്ച ആ വരിയിൽ എന്താ കുഴപ്പമുള്ളത്? ഹാലായി മാറണം ഹൂവിൻ്റെ വഴിയെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അവസ്ഥകൾ അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ഒരു അവസ്ഥകളാക്കി മാറ്റണം. അതിന് ഇയാൾ സ്വന്തമായിട്ടങ്ങ് ഗവേഷണം ചെയ്യാൻ. ഹാലെന്ന് പറഞ്ഞാൽ സൂഫികളുടെ ഒരുതരം ആസ്വാദനത്തിൻ്റെ രീതിയാണ്. ആ ആസ്വാദനത്തിൻ്റെ രീതിയിലൂടെ അള്ളാഹുവിൻ്റെ വഴിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് പറയാൻ. എന്നിട്ട് അതിന് ശേഷമുണ്ട്, അത് കേൾക്കാം. അതിനുശേഷം പറയണത് പിന്നെ ആലം മീമിൽ അമരണം. മീം എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് റസൂലിനെയാണ്. പക്ഷെ റസൂലിനെ അള്ളാഹുവിനെയൊക്കെ അവര് ഒന്നായിട്ടാണ് കാണുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ ലയിക്കണേന, ഫനാഹ് എന്ന് പറയുവര്. ഈ അള്ളാഹുവിൽ തന്നെ ഒരു മനുഷ്യൻ സ്വയം അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹുവായി മാറുന്ന വിശ്വാസത്തെയൊക്കെയാണ് പിന്നീടുള്ള ആ വരിയിൽ പറയുന്നത്. ഞാനിത് കേട്ട് കുറേ ചിരിച്ചു. ആ വരിയിൽ എന്താ പറയുന്നത്? ആലം മീമിൽ അമരണം അതിലുണ്ടേ നിറയെ എന്ന് പറഞ്ഞാൽ, മീമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മുത്തുനബി തങ്ങളിൽ അമരണം, അതിനകത്തെല്ലാം ഉണ്ട് എന്ന് പറയുന്നതിന് ഇയാൾ പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവും ഒക്കെ ഒന്നാണ്, അതൊരു ഫനായിൻ്റെ അവസ്ഥയാണ്. എൻ്റെ ചങ്ങാതി, ഇത് വല്ലതും ആ വരിയിലുണ്ടോ? ഇല്ലാത്തത് നിങ്ങളെന്തിനാണ് ഗവേഷണം ചെയ്തെടുത്ത് ഒരു കൂട്ടം ആളുകളുടെ തലയിലേക്ക് ഇട്ട് അടിച്ചു കയറ്റി കൊടുക്കുന്നത്? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ചങ്ങാതി. എന്നിട്ടോ തീരുന്നില്ല, ഇതിനേക്കാൾ അപകടം പിടിച്ച വരിയുണ്ട് എന്ന് ഇയാൾ വേറെയും പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വരി കേൾക്കാൻ കഴിയും. പറയണത് ശ്രദ്ധിച്ചില്ലേ? നിന്നിൽ നീ ഒന്ന് നോക്ക്, നിന്റെ ഉള്ളുണ്ട്
നിന്റെ ഉള്ളുണ്ട് ഹക്ക്. ഈ വരികൾ എത്രമാത്രം അപകടമാണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നിന്നിൽ നീ ഒന്ന് നോക്ക്, നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. അപ്പോ നിനക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? നിന്റെ ഉള്ളുണ്ട് ഹക്ക്, നിന്റെ ഉള്ളിൽ ഹക്കുണ്ട്. ഹക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണത് നിന്റെ ഉള്ളിൽ തന്നെ ഹക്ക് ഉണ്ട് പറഞ്ഞാൽ, ഹക്ക് എന്നുള്ളതിനോട് സൂഫികൾ ഉദ്ദേശിക്കണത് പിന്നെ അള്ളാഹു ആണ്. പിന്നെ നിന്റെ ഉള്ളിൽ ഹക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. നീ തന്നെയാണ് അള്ളാഹു, നിനക്ക് നിന്നെ തന്നെ നോക്കിയാൽ മനസ്സിലാകും എന്ന രീതിയിലുള്ള കുഫറിന്റെ അനൽ ഹക്കിന്റെ വിശ്വാസത്തെയാണ് ഈ വരികളിലൂടെ അവർ പലപ്പോഴും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കുഫർ ആരോപിക്കാത്ത ഒരു കേസ് കേട്ടുമില്ല കേട്ടോ. ഇപ്പൊ കുഫറും ആരോപിച്ചു, കുഫറിന്റെ വരികളാണ് എന്ന്. നിന്നെ നീ ഒന്ന് നോക്ക്, നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക എന്ന. നിന്റെ ഉള്ളുണ്ട് ഹക്ക്. ഇനി ആ ഹക്ക് എന്ന് പറയുന്നത് അള്ളാഹു ആണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്താ ഇതിന് കുഴപ്പം? നമ്മുടെയൊക്കെ ഉള്ളിൽ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതിന് എന്താണ് കുഴപ്പം? അതിനെ കൊണ്ടുപോയി അനൽ ഹക്കിലേക്കും അങ്ങനെ വഹ്ദത്തുൽ വുജൂ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ കൊണ്ടുപോയി ചാർത്തി കൊടുത്തു കുഫർ ആരോപിച്ചു. വൃത്തികെട്ട ഈ വഹാബിസം വിമർശിക്കേണ്ടതിന് വിമർശിക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു പാട്ട്, പച്ചയായ നസ്സായ ഖുർആനിനെതിരായ തരത്തിൽ കുഫർ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഉള്ളതിനെ വിമർശിക്കുക. അതേസമയം വ്യാഖ്യാനിക്കാൻ സാധ്യതകളുള്ളതിനെ, വ്യക്തമായി പറയാത്തതും എന്നാൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ വാക്കുകളും വരികളും ഉള്ളതിനെ, അതിനെയൊക്കെ എന്തിനാ ഈ കുഫറിൻ്റെ ചാപ്പയടിക്കുന്നത്? ഇത് വഹാബിസമാണ്. അവരിങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ നേരെ ശിർക്കും കുഫറും ഒക്കെ ആരോപിക്കണം. അതിനെന്ത് പഴുതുണ്ട് എന്ന് ഭൂതക്കണ്ണാടി വെച്ച് അന്വേഷിച്ച് നടക്കുന്ന ഈ കൂട്ടർ. ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ. 1.5 മില്യൺ വ്യൂവേഴ്സ് യൂട്യൂബിൽ തന്നെ ആയിട്ടുണ്ട്. കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആളുകളത് മിസ്യൂസും ചെയ്യുന്നുണ്ട്, അല്ലാതെയും ഉപയോഗിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരാരാണ്? അവർ സൂഫികളാണോ, അവർ ഷിയാക്കളാണോ? ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ പാട്ടിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നല്ല പാട്ടാണ്. ആ വരികൾ അത്രയും ബൃഹത്താണ്. ചിന്തിക്കാൻ, അള്ളാനെ അറിയാൻ, അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയം ഇറങ്ങിച്ചെല്ലാൻ ആ പാട്ട് ഉപകരിക്കുന്നതാണ്. അതൊന്നും വഹാബികൾക്ക് പറ്റൂലല്ലോ. അതുകൊണ്ടാണ് വിമർശിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.